നമ്മൾ വേദന കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മരുന്ന് നിർത്തരുത്. മരുന്ന് നിർത്തിക്കഴിയുമ്പോൾ എന്ത് പറ്റും? പെട്ടെന്ന് അസുഖം തിരിച്ചു വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അസുഖം കൺട്രോളായി റെമിഷനായി നല്ല രീതിയിൽ അസുഖം കൺട്രോളായി 3 മുതൽ 6 മാസം പോയി കഴിയുമ്പോൾ, യൂഷ്വലി ഈ അസുഖം കൺട്രോൾ ആകുന്ന 6 മാസത്തിലാണ്. 6 മാസത്തിൽ കൺട്രോൾ ആയിക്കഴിഞ്ഞ് നമ്മൾ പതുക്കെ നമ്മൾ മരുന്ന് കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും. കാരണം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസീസ് മോഡിഫയിങ് ഡ്രഗ്സ് പലപ്പോഴും നല്ല രീതിയിൽ പതുക്കെ അസുഖം കൺട്രോൾ ചെയ്തുകൊണ്ട് വരത്തുള്ളൂ. ഇത് പെയിൻ കില്ലേഴ്സ് അല്ല. ഡിസീസ് മോഡിഫയിങ് ഡ്രഗ്സ് പെയിൻ കില്ലേഴ്സ് അല്ല. സാധാരണ പെയിൻ കില്ലേഴ്സ് ആണെങ്കിൽ പെയിൻ കില്ലർ കഴിച്ച് വേദന മാറി വേദന നിർത്തി പെയിൻ കില്ലേഴ്സ് നമുക്ക് നിർത്താം. ഇത് അങ്ങനെയല്ല. വേദന കുറഞ്ഞ് ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നമ്മുടെ പ്രതിരോധ ശക്തിയുടെ പെരുമാറ്റത്തെ മാറ്റിക്കൊണ്ടുവരുന്ന, പതുക്കെ മോഡുലേറ്റ് ചെയ്ത് പതുക്കെ ഒരു സാധാരണ ഇതിലേക്ക് ശരിയായിക്കൊണ്ടുവരും. ശരിയായിക്കൊണ്ട് വരുമ്പോൾ അസുഖവും പതുക്കെ കുറഞ്ഞു വരും. കുറഞ്ഞു വന്ന് പെട്ടെന്ന് നമ്മൾ നിർത്തിയാൽ എന്ത് പറ്റും? പതുക്കെ അതിനേക്കാളും വേഗത്തിൽ ഒരു 1-2 ആഴ്ച കൊണ്ട് അസുഖം തിരിച്ചു വരും. ചിലപ്പോൾ 1 മാസം 1.5 മാസം എങ്കിലും അസുഖം തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, വേദന കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഗുളിക നിർത്തിക്കഴിയുമ്പോൾ എന്താ പറ്റുന്നത്? പലപ്പോഴും പേഷ്യൻസ് പറയും, നമുക്ക് കുറേ പേഷ്യൻ്റ് ഡീഫോൾട്ട് പേഷ്യൻ്റ് വരും. അപ്പോൾ നമുക്ക് സങ്കടവും ദേഷ്യമൊക്കെ വരും. കാരണം നമ്മളിത് ഫുള്ള് കൺട്രോളായ അസുഖം പതുക്കെ മരുന്ന് കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം മരുന്ന് നിർത്തി കഴിയുമ്പോൾ എന്താ വരുന്നത്? ഈ അസുഖം എല്ലാം കൂടി ഡബിൾ ട്രിപ്പിളായിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിയുമ്പോൾ വീണ്ടും അതേ മരുന്ന് തുടങ്ങിയാൽ ചിലപ്പോൾ മരുന്ന് എഫക്റ്റീവ് ആയിക്കൊള്ളണമെന്നുമില്ല. അതുകൊണ്ട് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ പതുക്കെ കുറച്ച് കൊണ്ടുവന്ന് പതുക്കെ സ്ലോ ആയിട്ട് കുറച്ചുകൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും മരുന്ന് നിർത്താൻ സാധിക്കും. മാത്രമല്ല, ക്രോണിക് ഡിസീസ് ആയതുകൊണ്ട് അസുഖം കൺട്രോൾ ആയെന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് മരുന്ന് നിർത്തുകയും വരരുത്.